മൊറോക്കോ ആഫ്രിക്കയിലെ ഏറ്റവും ദുരൂഹവും മനോഹരവുമായ രാജ്യം. മരുഭൂമിയും മഞ്ഞുമലകളും ഒരേ രാജ്യത്ത് കാണാൻ കഴിയുമോ? യൂറോപ്പും ആഫ്രിക്കയും തമ്മിലുള്ള പാലം പോലെ നിൽക്കുന്ന ഒരു രാജ്യം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും അത്ഭുതകരമായ നഗരങ്ങളും ലോകത്തെ വിസ്മയിപ്പിച്ച സംസ്കാരവും. അതെ, അതാണ് മൊറോക്കോ. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് മൊറോക്കോയുടെ രഹസ്യങ്ങളും ചരിത്രവും പ്രകൃതിയുടെ വിസ്മയങ്ങളും ലോകം മുഴുവൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കാരണങ്ങളുമാണ്. മൊറോക്കോ ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറൻ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വശത്ത് അറ്റ്ലാന്റിക് സമുദ്രവും മറുവശത്ത് മെഡിറ്ററേനിയൻ കടലും. സ്പെയിനിൽ നിന്ന് വെറും 14 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ രാജ്യം. അതുകൊണ്ടുതന്നെ യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും സംസ്കാരങ്ങൾ ഇവിടെ മനോഹരമായി ഇടകലരുന്നു. തലസ്ഥാനം റബാത്ത് ആണെങ്കിലും ഏറ്റവും പ്രശസ്തമായ നഗരം മരാക്കേഷാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയായ സഹാറയുടെ ഭാഗം മൊറോക്കോയിലുണ്ട്. സൂര്യാസ്തമയ സമയത്ത് മണൽക്കുന്നുകൾ സ്വർണ്ണ നിറമാകുന്നു. രാത്രിയിൽ ഇവിടെ ആകാശം നിറയെ നക്ഷത്രങ്ങൾ കാണാം. വൈദ്യുത വിളക്കുകളുടെ വെളിച്ചം ഇല്ലാത്തതിനാൽ ക്ഷീരപഥം പോലും വ്യക്തമായി കാണാൻ കഴിയും. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന അനുഭവം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. ലോക പ്രശസ്തമായ ഷെഫ് ഷാവൻ എന്ന നഗരം മുഴുവൻ നീല നിറത്തിലാണ്. എന്തിനാണ് ഈ നഗരം മുഴുവൻ നീലയായി പെയിന്റ് ചെയ്തിരിക്കുന്നത്? ഇതിന് പല കഥകളുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് കൊതുകുകളെ അകറ്റാനാണെന്നാണ്. മറ്റു ചിലർ പറയുന്നു സ്വർഗത്തെ ഓർമ്മിപ്പിക്കാനാണ്. ഇന്നും യഥാർത്ഥ കാരണം വ്യക്തമല്ല. ഇതാണ് ഈ നഗരത്തിന്റെ വലിയ രഹസ്യം. മൊറോക്കോയിലെ ഫെസ് നഗരത്തിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സർവകലാശാല. 859 സ്ഥാപിതമായ അൽ ഗറാവിയൻ സർവകലാശാല ഇന്നും പ്രവർത്തിക്കുന്നു. ഇത് സ്ഥാപിച്ചത് ഒരു സ്ത്രീയായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് വലിയൊരു നേട്ടമായിരുന്നു. മൊറോക്കോയിലെ മരുഭൂമികളും പുരാതന നഗരങ്ങളും കാരണം നിരവധി ഹോളിവുഡ് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഗ്ലാഡിയേറ്റർ, ദി മമ്മി, കിങ്ഡം ഓഫ് ഹെവൻ, മിഷൻ ഇമ്പോസിബിൾ തുടങ്ങിയ സിനിമകളുടെ രംഗങ്ങൾ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് മൊറോക്കോയെ ഹോളിവുഡ് ഓഫ് ആഫ്രിക്ക എന്ന് വിളിക്കുന്നത്. 2002 ഫുട്ബോൾ ലോകകപ്പിൽ മൊറോക്കോ ലോകത്തെ ഞെട്ടിച്ചു. സെമി ഫൈനലിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമായി അവർ ചരിത്രം കുറിച്ചു. സ്പെയിനിനെയും പോർച്ചുഗലിനെയും തോൽപ്പിച്ച മൊറോക്കോ ലോകത്തിന്റെ ബഹുമാനം നേടി. ലോകത്തിലെ ഏറ്റവും മികച്ച ആർഗൺ ഓയിൽ മൊറോക്കയിൽ ലഭിക്കുന്നത്. ആടുകൾ ആർഗൺ മരങ്ങളിൽ കയറുന്ന അപൂർവ കാഴ്ച ഇവിടെ കാണാം. അറ്റ്ലസ് മലനിരകളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ചയും സ്കീയും നടക്കുന്നു. അതേ രാജ്യത്ത് മരുഭൂമിയും മഞ്ഞുമലകളും ഒരുമിച്ച് കാണാം. മൊറോക്കോ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ തുകൽ നിർമ്മാണ പാരമ്പര്യങ്ങളിൽ ഒന്നാണ്. ഏകദേശം 1000 വർഷത്തിലേറെയായി ഈ കല ഇവിടെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഫെസ് നഗരം 9ാം നൂറ്റാണ്ട് മുതൽ മൊറോക്കോയുടെ തുകൽ വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. ഇവിടെ നിർമ്മിച്ചിരുന്ന ഉയർന്ന നിലവാരമുള്ള തുകൽ ലോകമെമ്പാടും മൊറോക്കൻ ലെതർ എന്ന പേരിൽ പ്രശസ്തമായി. ക്രിസ്തുവർഷം 759 ഫെസ് നഗരം സ്ഥാപിതമായതിന് പിന്നാലെ തുകൽ നിർമ്മാണം വേഗത്തിൽ വളർന്നു. 11 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ ഫെസിലെ തുകൽശാലകൾ വടക്കേ ആഫ്രിക്കയുടെയും യൂറോപ്പിന്റെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായി മാറി. മൊറോക്കയിൽ നിർമ്മിച്ച തുകൽ സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, മധ്യപൂർവ്വ ദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു. പുസ്തകങ്ങളുടെ കവർ, ചെരുപ്പുകൾ, ബാഗുകൾ, വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിച്ചു. ലോകപ്രശസ്തമായ ചൗവാറ ടാനറി. ഫെസിലുള്ള ചൗവാറ ടാനറി ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ഇന്നും പ്രവർത്തിക്കുന്നതുമായ തുകൽശാലകളിൽ ഒന്നാണ്. ഏകദേശം 1000 വർഷമായി ഇവിടെ പരമ്പരാഗത രീതിയിൽ തുകൽ സംസ്കരിച്ചു വരും. പരമ്പരാഗത തുകൽ നിർമ്മാണ രീതി ഇന്ന് പല സ്ഥലങ്ങളിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രീതികളാണ് പിന്തുടരുന്നത്. ആട്, ചെമ്മരിയാട്, പശു, ഒട്ടകം എന്നിവയുടെ തോലുകൾ ശേഖരിക്കുന്നു. തോലുകൾ ചുണ്ണാമ്പ്, പ്രകൃതി, അമോണിയ എന്നിവയിൽ മുക്കി രോമങ്ങൾ നീക്കം ചെയ്ത് മൃദുവാക്കുന്നു. മരങ്ങളുടെ തൊലി, സസ്യങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിദത്ത ടാനുകൾ ഉപയോഗിച്ച് തോൽ സംസ്കരിക്കുന്നു. കുങ്കുമം, ഇൻഡിഗോ, മൈലാഞ്ചി, പുതിന, പോപ്പി, പൂക്കൾ എന്നിവ പോലുള്ള പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് തോലിന് നിറം നൽകുന്നു. പിന്നീട് സൂര്യപ്രകാശത്തിൽ ഉണക്കി ബാഗുകൾ, ബെൽറ്റുകൾ, ജാക്കറ്റുകൾ, പേഴ്സുകൾ, പരമ്പരാഗത മൊറോക്കൻ ചെരുപ്പുകൾ എന്നിവ നിർമ്മിക്കുന്നു. മൊറോക്കൻ തുകൽ എന്തുകൊണ്ട് പ്രശസ്തമായി? വളരെ മൃദുവും ദീർഘകാലം നിലനിൽക്കുന്നതുമാണ്. പ്രകൃതിദത്തവും തിളക്കമുള്ളതുമായ നിറങ്ങൾ, കൈകൊണ്ട് നിർമ്മിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരകൗശല വിദ്യ, ആഡംബര പുസ്തക കവറുകൾ, ഫർണിച്ചറുകൾ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇന്നത്തെ മൊറോക്കോ ആധുനിക ഫാക്ടറികൾ ഉണ്ടായിട്ടും ഫെസിലെ പ്രസിദ്ധമായ തുകൽശാലകളിൽ നിന്നും പരമ്പരാഗത രീതികൾ പിന്തുടരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇവ സന്ദർശിച്ചു.
ഇവ സന്ദർശിച്ച് തുകൽ നിർമ്മാണം നേരിൽ കാണുകയും കൈകൊണ്ട് നിർമ്മിച്ച യഥാർത്ഥ മൊറോക്കൻ തുകൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ തുകൽ പാരമ്പര്യം ഇന്നും മൊറോക്കയുടെ സംസ്കാരത്തിന്റെയും കരകൗശല വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമായി ലോകമെമ്പാടും പ്രശസ്തമാണ്.